ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ ചാനലായ മോളൂസ് ആൻഡ് വാവ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ട്രിവാൻഡ്രത്ത് കിഴക്കേക്കോട്ട അല്ലെങ്കിൽ ഈസ്റ്റ് ഫോർട്ടിലുള്ള ഒരു ബ്രിഡ്ജ്, ആൾക്കാർക്ക് നടന്ന് റോഡ് ക്രോസ് ചെയ്യുന്നതിന് പകരം ബ്രിഡ്ജ് കയറി അപ്പുറത്ത് പോകാൻ പറ്റും. അങ്ങനെ ആ ഒരു ബ്രിഡ്ജ് കയറിയതിൻ്റെ എക്സ്പീരിയൻസും അതിൻ്റെ ഒരു വീഡിയോയൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കണ്ടോ, അപ്പുറത്തെ സൈഡിൽ നിന്ന് അപ്പുറത്തെ ബസ് സ്റ്റാൻഡാണ്. അവിടെ നിന്ന് ഈസ്റ്റ് ബസ് സ്റ്റാൻഡിലോട്ട് വരാനായിട്ട് നമുക്ക് ബ്രിഡ്ജ് കയറി വരാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ചെറിയ കുട്ടികളും പ്രായമായവരും ഒക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഭയങ്കര തിരക്ക് പിടിച്ച സ്ഥലമാണ് ഇവിടെ. നിങ്ങൾ കാണുന്നുണ്ടോ ഒരു 3D പരസ്യം കാണിക്കുന്ന സീലിംഗ് ഫാൻ? അത് ഈ ബ്രിഡ്ജിൻ്റെ ഒരു സൈഡിലായിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ വന്ന് അപ്പുറത്തെ സൈഡ് ബ്രിഡ്ജ് ഇറങ്ങുന്നത്. ഇതിൽ ആ പരസ്യം കൊണ്ടല്ല, വേറെ ഒത്തിരി അഡ്വർടൈസ്മെൻറ്റ് വേറെയും വെച്ചിട്ടുണ്ട്. വേറെ ഡിജിറ്റൽ അഡ്വർടൈസ്മെൻറ്റ്സൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടോ, താഴെ നിന്ന് ലിഫ്റ്റ് കയറി വേണം നമ്മൾ ഈ ബ്രിഡ്ജിലോട്ട് പോകാനായിട്ട്. ലിഫ്റ്റും ഉണ്ട്, അല്ലാതെ സ്റ്റെപ്പും ഉണ്ട്. ഞങ്ങൾ ലിഫ്റ്റിലാണ് കയറിയത്. എൻ്റെ സൈഡിലായിട്ട് കാണുന്നതാണ് ഗാന്ധി പാർക്ക് എന്ന് പറയുന്നത്. പലരും കേട്ടിട്ടുണ്ടായിരിക്കും ഗാന്ധി പാർക്ക്. ട്രിവാൻഡ്രത്തുള്ളവർക്കൊക്കെ നല്ല പരിചയമായിരിക്കും, അല്ലാത്തവർക്കും അറിയായിരിക്കും. പുത്തരിക്കണ്ടം മൈതാനം, ഗാന്ധി പാർക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഒരുപാട് ഫെസ്റ്റും അങ്ങനെ സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് നടക്കുന്നത് ഇവിടെയാണ്, പുത്തരിക്കണ്ടം മൈതാനത്താണ്. ഇത് വന്നിട്ട് ഈസ്റ്റ് ഫോർട്ടാണ് ഈ സ്ഥലം വന്നിട്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ലിഫ്റ്റ് കയറുവാണ്. ലിഫ്റ്റ് കയറിയിട്ട് കാരണം മുകളിൽ തന്നെയല്ലേ പോകാനുള്ളൂ, വേറെ ഫ്ലോറോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ജസ്റ്റ് കയറി മണ്ണിൽ പ്രസ് ചെയ്യുമ്പോഴത്തേനും മുകളിൽ ഓപ്പണായിട്ടാണ് നമ്മൾ ബ്രിഡ്ജിൽ കൂടി നടന്ന് അപ്പുറത്ത് പോയി ഇറങ്ങുന്നത്. കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഞങ്ങൾ മാത്രമേ ഉള്ളുമായിരുന്നു, വേറൊരു തിരക്കോ ബഹളോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ബ്രിഡ്ജിൻ്റെ അവിടെ എത്തി. ബ്രിഡ്ജിൽ കയറാനായിട്ട് സ്റ്റെപ്പും ഉണ്ട് കേട്ടോ. നിങ്ങൾ ആർച്ച് കാണുന്നുണ്ടോ? അത് പുത്തരിക്കണ്ടം മൈതാനത്തിലേക്ക് പോകാനുള്ള ആർച്ചാണ്. നമ്മളിപ്പോൾ ഒത്തിരി ഉയരത്തിലാണല്ലോ നിൽക്കുന്നത്, അപ്പോൾ ദൂരമുള്ളതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇത് സ്റ്റെപ്പ് കയറി ബ്രിഡ്ജിലേക്ക് വരാനുള്ള ഇതാണ്. ഇത് കണ്ടോ, ഇത് വന്നിട്ട് ഗാന്ധി പാർക്കാണ്. കാണുന്ന ചെറിയ ചെറിയ കൂടാരം പോലെ ഹട്ട് പോലെ കാണുന്നത് അത് ഗാന്ധി പാർക്കാണ്. ഇത് വന്നിട്ട് ഈസ്റ്റ് അല്ല, നോർത്ത് ബസ് സ്റ്റാൻഡാണ്. ഇത് വന്നിട്ട് പോലീസ് 8 പോസ്റ്റ്. പിന്നെ നമ്മൾ ബ്രിഡ്ജിൽ ഇങ്ങനെ ഒത്തിരി നടന്ന് 3 വശങ്ങളിൽ കൂടി നടന്ന് വേണം കേട്ടോ അപ്പുറത്ത് ഇറങ്ങാനായിട്ട്. കുട്ടികളൊക്കെ അവിടെ നിന്ന് ഓരോന്നൊക്കെ നോക്കുന്നുണ്ട്. നമ്മൾ ബ്രിഡ്ജിൻ്റെ നടുക്ക് വരുമ്പോൾ നല്ല രസമാണ്. ബസ്സും വാഹനങ്ങളൊക്കെ നമ്മുടെ താഴെ കൂടെ ഇങ്ങനെ പോകുന്ന പോലെ തോന്നും ക്രോസ് ചെയ്യുമ്പോഴത്തേനുമൊക്കെ. കണ്ടോ ബസ്സൊക്കെ പോകുന്നത്, ഒക്കെ ആ ബ്രിഡ്ജിൽ നിന്നുകൊണ്ടുള്ള വ്യൂ ആണ്. ട്രാഫിക് സിഗ്നലിൽ ബാക്കി വാഹനങ്ങളൊക്കെ നിൽക്കുകയാണ്. ഒരു സൈഡിൽ നിന്ന് വണ്ടിയൊക്കെ പോകുന്നുണ്ട്. കണ്ട് മുകളിലായിട്ട് ഒരുപാട് പടങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. പുളപ്പൻ തിരുവനന്തപുരം എന്നാണ് എഴുതിയിരിക്കുന്നത്. ലാസ്റ്റ് നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്ത് വരുമ്പോൾ കാസർഗോഡ് എന്നതുപോലെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി കാസർഗോഡ് വരെ അങ്ങനെയായിരിക്കും അവരുദ്ദേശിച്ചിരിക്കുന്നത്. അറിയില്ല കേട്ടോ, എനിക്ക് തോന്നിയത് പറഞ്ഞതാണ്. നല്ല ഡ്രോയിങ്സും അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ നമ്മൾ ബ്രിഡ്ജിൽ കൂടി, ഇതിപ്പോൾ ബ്രിഡ്ജിൽ നിൽക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് ഞാൻ ഈ വീഡിയോ എടുത്തേക്കുന്നത്. നമ്മൾ ബ്രിഡ്ജിൽ കൂടി 3 സൈഡ് നടക്കാനുണ്ട്. നമ്മൾ നോർമലി റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നേരെ ക്രോസ് ചെയ്താൽ മതി, പക്ഷേ ഇത് കുറച്ച് നടക്കാനുണ്ട്. നടക്കുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളിതൊക്കെ കണ്ടാണല്ലോ നടക്കുന്നത്. പിന്നെ സ്ഥിരം ബസ് യാത്രക്കാർക്കും ഈ റോഡ് ക്രോസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കും ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് പോകുന്നവർക്കുമൊക്കെ ഇത് തന്നെയായിരിക്കും നല്ലത്. കുട്ടികളൊക്കെ അവിടെ കിടന്ന് ഓടി കളിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് അവരവരുടെ ലോകം പോലെ കിടന്ന് കളിക്കുവാണ്. കണ്ടോ, നമ്മൾ താഴെ നിന്ന് കണ്ട ആ സീലിംഗ് ഫാൻ്റെ പരസ്യം, അത് ബ്രിഡ്ജിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് വെച്ചേക്കുന്നതാണ്. ആ അഡ്വർടൈസ്മെൻറ്റും അതൊരു 3D അഡ്വർടൈസ്മെൻറ്റാണ്. നമുക്ക് ഫാൻ കറങ്ങുന്ന പോലെ തന്നെയാണ് തോന്നുന്നത്. പിന്നെ ഇങ്ങനെ ബ്രിഡ്ജിൽ കൂടി ഒത്തിരി ഇങ്ങനെ നടന്ന് പോകാനുണ്ട്. നടന്ന് പോയിട്ടാണ് അപ്പുറത്തെ സൈഡിൽ ഇതുപോലെ ലിഫ്റ്റും ഉണ്ട്, സ്റ്റെപ്പും ഉണ്ട്. അതുവഴി ഇറങ്ങിയാണ് നമ്മൾ താഴെ അടുത്ത നോർത്ത് ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്നത്. അതിൻ്റെ വേറൊരു സൈഡിൽ കൂടെ തന്നെ അടുത്തൊരു ബസ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇത് സ്റ്റെപ്പുണ്ട്. താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ ബസ് സ്റ്റോപ്പുണ്ട്. കണ്ടോ, ബസ് സ്റ്റോപ്പുണ്ട്, അങ്ങനെയുണ്ട്. അവിടെ കിടന്ന് ഓടി കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് ഇപ്പോൾ കണ്ടായിരുന്നു, കുറേ കുട്ടികൾ വന്നിട്ട് റീൽസും ഷോർട്സും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് പോലീസ് 8 പോസ്റ്റാണ് ഈ കാണുന്നത്. അതുകഴിഞ്ഞ് ഇത് വന്നിട്ട് നിങ്ങൾ ഈ ബ്ലാക്ക് കാണുന്നുണ്ടോ, ബ്രിഡ്ജിൻ്റെ സൈഡിലായിട്ടുള്ള ഡിജിറ്റൽ അഡ്വർടൈസ്മെൻ്റ് ആണ്. നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നു. ആ ഡിജിറ്റൽ അഡ്വർടൈസ്മെൻറ്റിൻ്റെ 2 സൈഡിലുണ്ട് ഡിജിറ്റൽ അഡ്വർടൈസ്മെൻറ്റ്. ഒന്ന് വന്നിട്ട് ഒരു ടെക്സ്റ്റൈൽസിൻ്റെതും പിന്നെ ഒരു സീലിംഗ് ഫാനിൻ്റെ അഡ്വർടൈസ്മെൻറ്റാണ് വെച്ചിരിക്കുന്നത്. 2 സൈഡിലുണ്ട്. എഴുതിയിരിക്കുന്ന കാണാമോ, തിരുവനന്തപുരം നഗരസഭ എന്ന്.
ബ്രിഡ്ജിലിങ്ങനെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറേ ഫേമസ് പേഴ്സണൽസിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളുടെ ഇടയ്ക്കൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാവേ. ഫേമസ് പേഴ്സണൽസിൻ്റെ ഫോട്ടോ ഉണ്ട്. കണ്ടോ, താഴെ കൂടെ ആൾക്കാർ നടന്നു പോകുന്നത്. ഇത് ബ്രിഡ്ജിൻ്റെ അടുത്ത സൈഡാണ്. നമ്മൾ അതുവഴിയാണ് സ്റ്റെപ്പുണ്ട്. നമ്മളവിടെ ലിഫ്റ്റിലാണ് താഴോട്ട് ഇറങ്ങുന്നത്. കണ്ടോ, ഡിജിറ്റൽ അഡ്വർടൈസ്മെൻറ്റ് വെച്ചേക്ക് ടെക്സ്റ്റൈൽസിൻ്റെ പരസ്യമാണ് വെച്ചേക്കുന്നത്. നമ്മൾ ബ്രിഡ്ജിൽ നിൽക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് നിങ്ങളീ കാണുന്നത്. കണ്ടോ, നല്ല ലൈറ്റും. രാത്രിയിൽ കാണാനായിരിക്കും ഇത്രയും രസം. പകലാണെങ്കിൽ നമുക്ക് ഇത്രയും ഒരു ഫീല് കിട്ടത്തില്ല. നമ്മളിപ്പോൾ നടുക്കായിട്ടാണ് നിൽക്കുന്നത്. കണ്ടോ, ബസ്സും വാഹനങ്ങളൊക്കെ നമ്മൾ അടിയിൽ കൂടെ പോകുന്ന പോലെയാണ് തോന്നുന്നത്. നമ്മളതിൻ്റെ മുകളിൽ നിൽക്കുന്ന തൊട്ട് കാണുന്നുണ്ടോ? ഇതൊക്കെ എല്ലാ കുട്ടികൾക്കൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. എല്ലാവർക്കും ട്രിവാൻഡ്രത്തുള്ളവർക്കൊക്കെ എപ്പോഴെങ്കിലും സമയം കിട്ടുവാണെങ്കിൽ ഒന്ന് പോയി കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയാണ്. ഇതിൽ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നൊക്കെ ഉള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. സ്ഥിരമായിട്ട് പോകുമ്പോൾ നമുക്കങ്ങനെ ഒരു പുതുമയൊന്നും തോന്നില്ല, പക്ഷേ ആദ്യം പോകുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. അതൊക്കെ ബ്രിഡ്ജിൽ നിന്നുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. താഴോട്ടുള്ളത് കണ്ടോ. ഇപ്പോൾ നമ്മൾ ഇറങ്ങാനുള്ള സ്ഥലത്തെത്തി. അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേനാണ് കുറേ കുട്ടികളൊക്കെ ഒന്ന് വീഡിയോ എടുക്കുക. കണ്ടോ, കാസർഗോഡ്, നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി കാസർഗോഡ് വരെ എത്തി. ഉടൻ നമ്മളെടുത്ത് ലിഫ്റ്റിൽ കയറിയാണ് താഴെ പോയത്. CCTV ഒക്കെ ഉണ്ട്, എല്ലാ സ്ഥലത്തും CCTV ഒക്കെ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ. കണ്ടോ, അടുത്ത ബസ് സ്റ്റോപ്പാണ്. അതുവഴി സ്റ്റെപ്പ് ഇറങ്ങുന്നതിന് പകരമാണ് നമ്മൾ അവിടെയാണ് ലിഫ്റ്റിൽ പോയിട്ട് അവിടെയാണ് ഇറങ്ങുന്നത്. സ്റ്റെപ്പ് ഇറങ്ങിയാലും അവിടെ എത്തും. നമ്മൾ ലിഫ്റ്റിലാണ് വന്നത്. ലിഫ്റ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ലിഫ്റ്റിൽ താഴെ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട്. ഇപ്പോൾ ലിഫ്റ്റ് വരും. ഇപ്പോൾ ലിഫ്റ്റിൽ കയറി അപ്പോൾ ഇനി താഴെ ഇറങ്ങി അടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് എത്തി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. കൂടാതെ ലൈക്കും കമൻറ്റും ചെയ്യുകയും ചെയ്യണം. താങ്ക് യു.